ഭാരതാംബ ചിത്രവിവാദത്തിൽ രാജ്ഭവനെതിരെ നിലപാട് കടുപ്പിക്കാൻ സർക്കാർ. ഔദ്യോഗിക പരിപാടികളിൽ RSSന്റെ ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടിലാണ് സർക്കാർ. മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രോട്ടോകോൾ ലംഘനത്തിൽ തുടർ നീക്കങ്ങൾ തൽക്കാലം വേണ്ട എന്നാണ് രാജ്ഭവന്റെ തീരുമാനം. ഷഫീദ് റാവുത്തറ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന ഒരു ഏറ്റുമുട്ടൽ സംഘർഷഭരിത കാലം കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ ഈ അർലേക്കർ തുടങ്ങി വെച്ചത് ഒരു ഒന്നൊന്നര തുടങ്ങി വെക്കലായി പോയി. ഇപ്പോൾ അത് കട്ട ഏറ്റുമുട്ടലാവാണോ ഷഫീദ്? ഗുഡ് മോർണിംഗ് ഹഷ്മി, പ്രവിത. ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായും അതൊരു പോര് എന്ന കാര്യത്തിലേക്ക് ഉറച്ച പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ സീസൺ 2 എന്ന് വേണമെങ്കിൽ നമുക്ക് ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ ഈ നീക്കത്തെ കാണാനും കഴിയും. പ്രത്യേകിച്ച് രണ്ടുപേരും രണ്ട് തട്ടിൽ അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിന്റെ പരിപാടി രാജ്ഭവനിൽ നിന്ന് മാറ്റുകയാണ് ചെയ്തതെങ്കിൽ ഇക്കുറി അത് അങ്ങനെയല്ല. മന്ത്രി വി ശിവൻകുട്ടി ഒരു പരിപാടിയിൽ നിന്ന് രാജ്ഭവനിൽ നിന്ന് വിയോജിപ്പ് രേഖപ്പെടുത്തി ഇറങ്ങി വരികയാണ് ചെയ്തത്. മാത്രവുമല്ല, ഭാരതാംബ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും നിലവിളക്ക് കൊളുത്തിയും ഏതെങ്കിലും തരത്തിൽ ഈ വിവാദമായിട്ടുള്ള ഭാരതാംബ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയും നിലവിളക്ക് കൊളുത്തിയും ഔദ്യോഗിക പരിപാടികൾ ഗവർണർ നടത്തിയാൽ, രാജ്ഭവൻ നടത്തിയാൽ അവിടെ നിന്ന് വിട്ടു നിൽക്കുമെന്നുള്ള ഉറച്ച നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ മന്ത്രിമാരുടെ അടക്കം വാക്കുകളിൽ നിന്ന് പ്രകടവുമാണ്. ഗവർണർ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന മന്ത്രിമാർ ആവർത്തിച്ച് പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ സഹകരിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് അത് മുഖ്യമന്ത്രിയും മന്ത്രിമാരോട് നിർദ്ദേശമായി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ സർക്കാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. രാജ്ഭവനാകട്ടെ ഇന്നലെയും ഗവർണർ പറഞ്ഞതുപോലെ, ഗവർണർ അദ്ദേഹത്തിന്റെ ഈ വിവാദമായിട്ടുള്ള പരിപാടിയിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ഭാരതാംബയെ മാറ്റി നിർത്തി രാജ്ഭവൻ ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യം അവരും എടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു സമവായ നീക്കത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി വി ശിവൻകുട്ടി ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് പാതി വഴിയിൽ അറിയിക്കാതെ ഇറങ്ങിപ്പോയതിലെ പ്രോട്ടോകോൾ ലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തുടർ നീക്കങ്ങൾ തൽക്കാലം വേണ്ട, പകരം സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷം രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് തുടർ നീക്കം എന്നുള്ളതാണ് ഗവർണറുടെ നിലവിലത്തെ തീരുമാനം. അപ്പോഴും ഭരണഘടനാ പ്രതിസന്ധി ഏതെങ്കിലും തരത്തിൽ, നേരത്തെ നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തൊക്കെ കണ്ടിട്ടുള്ളതാണ്, ബില്ലുകൾ പിടിച്ചുവെച്ച അടക്കമുള്ള കാര്യങ്ങൾ, ആ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭരണഘടനാ പ്രതിസന്ധി അതുണ്ടാകുമോ എന്നുള്ളതാണ് ആകാംക്ഷയുള്ള കാര്യം. ഹഷ്മി, പ്രവിത. ശരി ഷഫീദ്, എന്തായാലും തുടക്കത്തിൽ അദ്ദേഹം ഗവർണറായി ചുമതലയേറ്റപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു കേരളത്തിലെ സർക്കാരിന് തന്നെ. പിന്നീട് അദ്ദേഹം നേരിട്ടെത്തി മുഖ്യമന്ത്രി പിറന്നാൾ വിഷയം എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊന്നും മുൻപ് കണ്ടിട്ടുള്ള രീതിയല്ല. പക്ഷേ ഇപ്പോൾ ഭാരതാംബയുടെ ഒരു ചിത്രത്തിൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. അതിങ്ങനെ കണ്ടതാണ്, കണ്ട് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തതാണ്, തിരികെ ഒരു കഥകളി രൂപം കൊടുത്താണ്. അപ്പോൾ അപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി എന്നോട് പറയുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലോ രാജ്ഭവൻ പരിസരം എന്ന് പറയുന്നുണ്ട്, അങ്ങനെയെങ്കിൽ പ്രഭാതയാത്ര ഇവിടെ ആയിക്കൂടെ എന്നൊക്കെ കുശലം പറഞ്ഞതാണ്. അപ്പോൾ പക്ഷേ അതിനുള്ള ഞാൻ പറയുന്നത് എല്ലാ കാലവും സംഘർഷത്തിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ ആ ഒരു മധുവിധ കാലം, ഒരു ഹണിമൂൺ പീരീഡ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഏറ്റുമുട്ടൽ തുടങ്ങുന്നുണ്ട്. ഏറ്റുമുട്ടൽ അത് വി ശിവൻകുട്ടി കുറച്ച് കടുപ്പിച്ച് തന്നെ തുടങ്ങുന്നുണ്ട്. രാജ്ഭവൻ വിട്ടുവീഴ്ചയ്ക്കില്ല, സർക്കാർ തീരെ വിട്ടുവീഴ്ചയ്ക്കില്ല. അപ്പോൾ ഏതളവിൽ അത് പോകുന്നു എന്ന് നമുക്ക് കാണാം.